പാപത്തിന്റെ വിഷബാധയേറ്റവരായ ഞങ്ങൾ നിന്നിലേക്ക് ഞങ്ങളുടെ ദൃഷ്ടിക വിജയത്തിൽ പങ്കാളികളാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നീതിമാന്റെ ഓർമ്മ വാഴുവനായി തീരുമെന്ന് ജ്ഞാനിയായ ശലോമോൻ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നു. ഞങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് ഞങ്ങളെ നയിച്ചവരെ ഓർക്കണമെന്നും അവരുടെ ജീവിതസാക്ഷ്യമോർത്ത് അവരുടെ വിശ്വാസം അനുകരിക്കണമെന്നും വിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഞങ്ങളെ പ്രബോധിപ്പിച്ചിരിക്കുന്നു. ഞങ്ങൾ നാരുടെ പെരുന്നാൾ ആഘോഷത്തിന്റെ പ്രാരംഭമായി കൊടിയുയർത്തുന്നുവോ ആ വിശുദ്ധനായ അന്തോന്യോസിന്റെ പ്രാർത്ഥന ഞങ്ങൾക്ക് വാഴ്വിനും അനുഗ്രഹത്തിനുമായി തീരണമേ. ഈ തിരുനാൾ ഞങ്ങളുടെ വകകൾക്കും ഞങ്ങളുടെ വകയ്ക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വ്യക്തികൾക്കും ഈ നാടിനും ഒരു പുതിയ പ്രതിഷ്ഠയുടെ അവസരമായി തീരണമേ. നിന്റെ മാതാവിന്റെയും സ്ലീഹന്മാരുടെയും സഹതന്മാരുടെയും ജീവിത മാതൃക പിന്തുടരുവാനുള്ള ആഗ്രഹവും ഉത്സാഹവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ. ആത്മാവിലും ശരീരത്തിലും കഷ്ടത അനുഭവിക്കുന്നവർക്ക് ആശ്വാസം നൽകണമേ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന ഫലിക്കുമെന്ന സത്യം ഞങ്ങൾക്കും അനുഭവമാക്കണമേ. പാഠത്തിൽ ഞങ്ങൾ ജയിക്കും സ്തുതിയും സ്തോത്രം കരേറ്റുമാറാകണമേ. ഈ തിരുനാൾ പതാക നീക്കമായി ആശീർവദിക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടുന്നു. ഭസ്മോദാബോ നിന്നാൽ വൈരിയ വീഴ്ത്തിയിടും ഞങ്ങൾ ഹല്ലേലൂയ. നിന്നാമത്താൽ ദ്വേഷികളെക്കാൾ കീഴാക്കും. വൈരിയെ ലജ്ജിപ്പിച്ചതുമോ ശ്മോല മോല ബ്രോവൽ റോഹോ കാദീശോ സ്ലീബ വിജയിക്കുന്ന നിശം വിജയിച്ചോ. സ്ലീബായിൽ പുകഴുന്നോർക്കായെന്നും സ്ലീബ താനഭയം. സ്തോമൻ കാലസ്കുറിയേലായിസോ ജീവൻ നൽകും നൽ സ്ലീബായി എല്ലായ്പ്പോഴും നമിച്ചിടും ഞങ്ങൾ. ശരണമതായും മനോലം പാദാമിനവോലം തുറന്നാൻ പാതാളം മൃദരയുയർപ്പേഗീതാൻ
മുറിയോറാഹിം അലൈനു ആദാറി സ്തോത്രം തൻ ശബ്ദത്താൽ കൊട്ടകളിളകി മൃതരെഴുന്നേറ്റു സ്തുതി പാടി. ബറക്കുമോർ പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും ആവാസവും നാം എല്ലാവരുടെ കൂടെയും പ്രത്യേകമായി നാം ഇന്ന് ആശീർവദിച്ചുയർത്തിയ ഈ തിരുനാൾ പതാക ഏതിനെ സൂചിപ്പിക്കുന്നുവോ ആ തിരുനാൾ ആഘോഷത്തിനെല്ലാ ശുശ്രൂഷകളുടെ കൂടെയും എപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, ഞങ്ങളുടെ ശരണമേ. എല്ലാവർക്കും അനുഗ്രഹപ്രദമായ തിരുനാൾ ദിവസങ്ങൾ പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മുടെ നിയമങ്ങളെ സമർപ്പിച്ച് വരും ദിവസങ്ങളെ പ്രാർത്ഥനയോടെ